ഇനി കോന്നിയിൽ ഒരു അജ്ഞാത മൃതദേഹം ഒഴുകിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോന്നി ജംഗ്ഷനോട് ചേർന്ന തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ഈ മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? സേതു, മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 30 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കോന്നി ജംഗ്ഷനോട് ചേർന്നുള്ള തോട്ടിൽ നിന്നും കണ്ടെടുത്തത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആദ്യം ഇത്തരത്തിൽ വലിയ ദുർഗന്ധം അനുഭവപ്പെടുകയും പോലീസിനെയും വിവരമറിയിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെടുത്തത്. 3 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഈ മൃതദേഹത്തിന്. എന്തായാലും മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് അല്ലെങ്കിൽ കോന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ, പത്തനംതിട്ടയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും കാണാതായതോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും ഇത്തരത്തിൽ മൃതദേഹം ആരുടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും 3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുപോലെ തന്നെ 30 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് പോലീസ് കണ്ടെടുത്തത്. നാട്ടുകാരൻ ഇത്തരത്തിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെടുത്തത്. സേതു. ശരി ശ്രീരാജ്, വ്യക്തമാണ്.